ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. +1 പൊളിറ്റിക്കൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് കാര്യനിർവഹണ വിഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവറായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ലോകത്ത് വിവിധ തരം എക്സിക്യൂട്ടീവുകളുണ്ട്. അത് ഏതൊക്കെ വിവിധ തരം എക്സിക്യൂട്ടീവുകൾ എന്നുള്ളത് ചോദിക്കാറുണ്ട്. 2 തരത്തിലുള്ള എക്സിക്യൂട്ടീവുകൾ നമുക്ക് പരിചയപ്പെടാം. പ്രസിഡൻഷ്യൽ, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ്. പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ്, അതുപോലെ തന്നെ പാർലമെൻ്ററി എക്സിക്യൂട്ടീവ്. ദെൻ മൂന്നാമതൊന്നുണ്ട് അർദ്ധ പ്രസിഡൻറ്റ്. ശ്രീലങ്കയിലൊക്കെ ഉള്ളതാണ് അർദ്ധ പ്രസിഡൻസ് എക്സിക്യൂട്ടീവ്. പ്രധാനമായിട്ടും രണ്ടെണ്ണമാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് അമേരിക്കയാണ് ഉദാഹരണം. അമേരിക്ക, ബ്രസീലാണ്. പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ രാഷ്ട്രത്തലവനും യഥാർത്ഥ ഭരണാധികാരിയും പ്രസിഡൻ്റാണ്. ഇന്ത്യയിൽ നേരെ തിരിച്ചാണ്. ഇന്ത്യയിലെ യഥാർത്ഥ ഭരണാധികാരി പ്രൈം മിനിസ്റ്ററും പ്രസിഡൻറ്റിന് നോമിനൽ പദവി, നാമമാത്രമായിട്ടുള്ള പദവിയാണ് ഉള്ളത്. അത് പാർലമെൻ്ററി എക്സിക്യൂട്ടീവിൽ അങ്ങനെയാണ് ഉള്ളത്. പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ രാഷ്ട്രത്തലവനെ യഥാർത്ഥ റിയൽ എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ ഭരണാധികാരിയും പ്രസിഡൻ്റാണ്. പ്രസിഡൻറ്റിന് വിപുലമായിട്ടുള്ള അധികാരം പ്രസിഡൻഷ്യലുണ്ട്. രാഷ്ട്രത്തിലെ മുഖ്യ കാര്യനിർവഹണാധികാരി, നിയമനിർമ്മാതാവ്, അതുപോലെ തന്നെ മുഖ്യ സൈന്യാധിപനെ, മുഖ്യ നയതന്ത്ര വിദഗ്ധനെ എന്നീ നിലയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു. പ്രസിഡൻറ്റിനെ സാധാരണ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു. അദ്ദേഹത്തിന് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്വമില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതൊക്കെ നേരെ ഓപ്പോസിറ്റാണ് പാർലമെൻ്ററി എക്സിക്യൂട്ടീവിൽ. പാർലമെൻ്ററി ഭരണ സംവിധാനത്തിൽ പാർലമെൻ്ററി ഭരണത്തലവൻ പ്രധാനമന്ത്രിയാണ്. നിയമനിർമ്മാണ സഭയിൽ ഭൂരിപക്ഷം ലഭിക്കുന്ന കക്ഷിയുടെ തലവനാണ് പ്രധാനമന്ത്രി. അദ്ദേഹത്തിനുള്ള ഉത്തരവാദിത്വം ജനങ്ങളോടായിരിക്കും. ഇന്ത്യ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ, അതുപോലെ തന്നെ പോർച്ചുഗൽ, ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ്. അർദ്ധ പ്രസിഡൻഷ്യൽ മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്. അർദ്ധ പ്രസിഡൻഷ്യൽ, സെമി പ്രസിഡൻഷ്യൽ. അപ്പോൾ ഇതിൽ പ്രസിഡൻറ്റ് രാഷ്ട്രത്തലവനും അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഭരണത്തലവനുമായിരിക്കും. പ്രസിഡൻറ്റ് പാർലമെൻ്റ് സംവിധാനത്തിലുള്ളതിനേക്കാൾ അധികാരം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഉദാഹരണം ശ്രീലങ്ക. ദെൻ ഡിസിഷണറി പവർ ഓഫ് ഇന്ത്യൻ പ്രസിഡൻ്റാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ വിവേചനാധികാരങ്ങൾ. അപ്പോൾ ഇന്ത്യൻ പ്രസിഡൻറ്റിന് പ്രത്യേകമായിട്ടുള്ള അധികാരങ്ങളുണ്ട്, വിവേചനാധികാരമുണ്ട്. മന്ത്രിസഭ നൽകിയ ഉപദേശം പുനഃപരിശോധന നടത്തുന്നതിന് അതുപോലെ തന്നെ തിരിച്ചയക്കുന്നതിനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. മന്ത്രിസഭ തീരുമാനിച്ച കാര്യങ്ങൾ അത് പുനഃപരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ട് തിരിച്ചയക്കാൻ വേണ്ടിയിട്ടുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രപതിക്ക് വീറ്റോ അധികാരമുണ്ട്. അത് പ്രകാരം പാർലമെൻറ്റ് പാസ്സാക്കിയ ബില്ലുകൾ തടഞ്ഞു വെക്കുകയോ അതുപോലെ തന്നെ അനുമതി നിഷേധിക്കുകയോ ചെയ്യാം. ബില്ലിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്ക് എത്ര കാലം വേണമെങ്കിലും പിടിച്ചു വെക്കാം. ഇതിനെ പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നതാണ്. അപ്പോൾ രാജ്യസഭയും ലോക്സഭയും ഒരു ബില്ല് പാസ്സാക്കി പ്രസിഡൻറ്റിൻ്റെ അസെൻറ്റിന് വേണ്ടിയിട്ട് ഒപ്പുവെക്കുന്നതിന് വേണ്ടി അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചയക്കുകയോ അല്ലെങ്കിൽ അത് അനിശ്ചിത കാലം വരെ കയ്യിൽ വെക്കാനോ ഉള്ള അധികാരമുണ്ട്. അങ്ങനെയുള്ള അധികാരത്തിനെയാണ് പോക്കറ്റ് വീറ്റോ എന്ന് പറയപ്പെടുന്നത്. ലോക്സഭയിൽ ഒരു കക്ഷിക്കും ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ പ്രസിഡൻറ്റിന് തൻ്റെ വിവേചനാധികാരം ഉപയോഗിക്കാവുന്നതാണ്. അതായത് ആ സാഹചര്യത്തിൽ ആരാണ് പ്രൈം മിനിസ്റ്റർ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. തനിക്കിഷ്ടപ്പെട്ട ഒരാളെ അല്ലെങ്കിൽ ഭൂരിപക്ഷമുള്ള ഒരു നേതാവിനെ ഭൂരിപക്ഷം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് വിളിക്കാവുന്നതാണ്. ദെൻ പ്രധാനമന്ത്രിയുടെ ധർമ്മങ്ങൾ എന്തെല്ലാമെന്നുള്ളത്. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ മേധാവിയും കേന്ദ്ര മന്ത്രിസഭയുടെ തലവനുമായിരിക്കും പ്രധാനമന്ത്രി. അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ നയ രൂപീകരണം, നമ്മുടെ പബ്ലിക് പോളിസി അതിൽ അദ്ദേഹത്തിന് നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഭൂരിപക്ഷ കക്ഷിയുടെ തലവൻ എന്ന നിലയിൽ പാർലമെൻറ്റിലെ പ്രത്യേകിച്ച് ലോക്സഭാ നേതാവാണ് പ്രധാനമന്ത്രി. നീതി ആയോഗിൻ്റെ ആദ്യം പ്ലാനിംഗ് കമ്മീഷനായിരുന്നു, ഇപ്പോൾ നീതി ആയോഗിൻ്റെ ചെയർമാനും പ്രധാനമന്ത്രിയാണ്. ബ്യൂറോക്രസിയുടെ ധർമ്മങ്ങൾ. എക്സിക്യൂട്ടീവിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ബ്യൂറോക്രാറ്റ്സുകൾ. അവർ പെർമനൻ്റ് ആയിരിക്കും. ഗവൺമെൻറ്റിൻ്റെ നയരൂപീകരണത്തിനും അതുപോലെ തന്നെ സജീവമായിട്ട് പങ്കെടുക്കുക. നയരൂപീകരണത്തിൽ സജീവമായിട്ട് പങ്കെടുക്കുക. നയങ്ങളും പരിപാടികളും നടപ്പിലാക്കുക. ഭരണ ചട്ടങ്ങൾ രൂപീകരിക്കുക. ഭരിക്കുന്നവരെയും ഭരിക്കപ്പെടുന്നവരെയും സേവിക്കുക. അതുപോലെ തന്നെ ബജറ്റ് തയ്യാറാക്കുന്നതിന് പോലെയുള്ള ധനകാര്യ ചുമതലകളും നിർവഹിക്കുന്നു. ഇന്ത്യൻ സിവിൽ സർവീസ് 3 തരത്തിലാണ്. ഇന്ത്യൻ സിവിൽ സർവീസ്, ഓൾ ഇന്ത്യ സർവീസ് അഥവാ അഖിലേന്ത്യാ സർവീസ്, IAS, IPS, സെൻട്രൽ സർവീസ്, ഇന്ത്യൻ പോസ്റ്റൽ
പോസ്റ്റൽ സർവീസ്, അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേ സർവീസ്, ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്, IFS ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്, ഇതെല്ലാം കേന്ദ്ര സർവീസാണ്, കേന്ദ്ര സർവീസ്, സെൻട്രൽ സർവീസാണ്. ഇതിലേക്ക് രണ്ടിലേക്കും നിയമനം നടത്തുന്നത് യൂണിയൻ പബ്ലിക് കേന്ദ്രമാണ്, ഓൾ ഇന്ത്യ സർവീസിലേക്കും അതുപോലെ തന്നെ സെൻട്രൽ സർവീസിലേക്കും. ഓക്കെ, സെൻട്രൽ സർവീസിലേക്കും, ഓൾ ഇന്ത്യ സർവീസ്, കേന്ദ്ര സർവീസ്. മൂന്നാമത്തെ സംസ്ഥാന സർവീസാണ്. സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാരാണ്. ഇത് അതാത് സംസ്ഥാനങ്ങളാണ് ഇവിടേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. ഓക്കെ, താങ്ക് യു.